ഈ സാധാരണഗതിയിൽ ഈ പോളിംഗ് കഴിഞ്ഞാൽ ഈ എല്ലാ ബോക്സും ഒരു കെട്ടിടത്തിനുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് ചുറ്റും ഒരു കോമ്പൗണ്ട് വാളുണ്ട്. പിന്നെ ഒരിക്കലും ഇതിൻ്റെ അകത്ത് മറ്റാരെയും കയറ്റിവിടാറില്ല. സെൻട്രൽ ഫോഴ്സിന് മാത്രമേ ഇതിൻ്റെ അകത്ത് ഇപ്പം ഇന്നർ പെരിമീറ്റേഴ്സ് എന്ന് പറഞ്ഞു, അതിനകത്ത് വേണമെങ്കിൽ സെൻട്രൽ ഫോഴ്സിന് പോകാം. ഇപ്പം കയറിയത് ആരൊക്കെയാണ്? സ്റ്റേറ്റ് ഒഫീഷ്യൽസ് ഉൾപ്പെടെ കയറിയിട്ടുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ജീവനക്കാർ കയറിയിട്ടുണ്ട്. അവരെന്തിന് കയറി? ആർക്ക് വേണ്ടി കയറി? എന്താണ് അവരുടെ ദൗത്യം? ഇത് കൃത്യമായി ഉത്തരം പറയണം. ഇത് നിസ്സാരമായ കാര്യമല്ല. ഒരു കൗണ്ടിങ് നടക്കുന്നതിന് മുമ്പ് തന്നെ ഇത്ര സുരക്ഷിതമായി നിൽക്കേണ്ടുന്ന ഒരു ഈ പറഞ്ഞ ഈ കെട്ടിടത്തിനുള്ളിൽ ഇതാണ് സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സ്ഥാനാർത്ഥി പറഞ്ഞല്ലോ, സ്ഥാനാർത്ഥി വരുന്നതിന് മുമ്പ് തന്നെ എല്ലാം തുറന്നു വെച്ചിരിക്കുകയാണ്. ഒരിക്കലും ഉണ്ടാകാറില്ല. ഞാൻ 6 തവണ മത്സരിച്ച ആളാണ്. എൻ്റെ അനുഭവത്തിൽ ഇങ്ങനത്തെ സംഭവമില്ല. ഒന്ന്, ഇത് സീൽഡാണ്. ഈ സീൽഡ് ക്യാമ്പസിനുള്ളിൽ എങ്ങനെ കയറുന്നു? എന്തിനു കയറുന്നു? ആർക്ക് വേണ്ടി? ഇത് ദുരൂഹതയുണ്ട്. ഇത് വളരെ കൃത്യമായി ഇതിൻ്റെ ഉത്തരം പറയുന്നത് ജില്ലാ ഭരണകൂടവും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമാണ്. ഒരിക്കലും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞല്ലോ, ബോക്സ് എത്തിക്കഴിഞ്ഞാൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ സീൽഡായി. അതെപ്പോഴും തുറക്കും? കൗണ്ടിങ് ദിവസം പുലർച്ചെ മാത്രമേ തുറക്കൂ. ആലോചിക്കണം, അതും തുറക്കുന്നത് എങ്ങനെയാണ്? കൗണ്ടിങ് ഏജൻസിൻ്റെ ചീഫ് ഏജൻസിൻ്റെ പ്രസൻസിൽ മാത്രമേ തുറക്കാൻ പാടുള്ളൂ. ഇതിപ്പോൾ സ്ഥാനാർത്ഥി പറഞ്ഞല്ലോ, സ്ഥാനാർത്ഥി വിളിച്ചു പറയുന്നു വരണം എന്ന് പറയുന്നു. സ്ഥാനാർത്ഥി വരുന്നതിന് മുമ്പ് തന്നെ എല്ലാം തുറന്നിരിക്കുന്നു. പേരാമ്പ്രയിൽ സ്ട്രോങ് റൂം തുറന്നതിൽ ദുരൂഹതയും അട്ടിമറിയും ആരോപിക്കുകയാണ് കോൺഗ്രസും ലീഗും. ഇപ്പോൾ MK രാഘവൻ അടക്കമുള്ള UDF നേതാക്കളാണ് അവിടെ സംസാരിക്കുന്നത്. ഒപ്പം സ്ഥാനാർത്ഥികളായ ഫാത്തിമ തഹ്ലിയും MK രാഘവൻ MP വീണ്ടും സംസാരിക്കുന്നുണ്ട്. ഇവിടെ അത് എത്തുമ്പോഴേക്കും എല്ലാം തുറന്നു വെച്ച് ഇവരെന്ത് ചെയ്യും? അസ്ലം, അവിടെ സ്ട്രോങ് റൂം തുറന്നതിൽ വലിയ ദുരൂഹതയുണ്ട് എന്ന് ആരോപിക്കുന്നു. എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ വോട്ടെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ വോട്ടെണ്ണൽ ദിനത്തിൽ കൗണ്ടിംഗ് ഏജന്റിന്റെ സാന്നിധ്യത്തിൽ മാത്രം തുറക്കേണ്ട ഒരു സീൽഡ് ക്യാമ്പസ് എന്തിന് അവിടെ തുറന്നു? അസാധാരണമായി തുറന്നു. അതിൽ തന്നെ ഫാത്തിമ തഹ്ലിയെ അറിയിച്ചിരുന്നു. തഹ്ലിയ വന്നപ്പോഴേക്കും അവിടെ തുറന്നതിനുള്ളിൽ നടപടികൾ തുടങ്ങിയിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്ത് അസാധാരണത്വമാണ് അവിടെ കാണുന്നത്? UDF നേതാക്കളൊപ്പം ഇതിലൊരു അട്ടിമറി ശ്രമം ആരോപിക്കുന്നതിന്റെ കാര്യം എന്താണ്? അതായത് വോട്ടിങ്ങിന് വേണ്ടി സൂക്ഷിച്ചിരിക്കുന്ന, വോട്ടെണ്ണലിന് വേണ്ടി സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂം, വോട്ടെണ്ണൽ സാമഗ്രികൾ ഉൾപ്പെടെ വയ്ക്കുന്ന ഒഴിവായ സ്ഥലങ്ങളിൽ എല്ലാ സ്ഥലത്തും വെക്കുകയും അതിനൊക്കെ തന്നെ CCTVകൾ പിന്നെ സൂക്ഷിക്കുകയും അതോടൊപ്പം തന്നെ നമുക്ക് ഒറ്റ കാര്യം കൂടി ഇതൊരു ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണോ അതോ ഒരു ഗൂഢാലോചന തന്നെയാണ് നിങ്ങൾ ശരിക്കും? കാരണം ഗൂഢാലോചന എന്ന് പറഞ്ഞത് ഇതിന്റെ അകത്ത് ഫസ്റ്റ് ലെയറിൽ CC ക്യാമറ കാണിക്കുന്നത് സൗത്താണ്. സൗത്തിന്റെ അടുത്തുള്ള മുറി തുറന്ന് വിളിച്ചപ്പോഴാണ്, കലക്ടർ വിളിച്ചപ്പോഴാണ് അത് പേരാമ്പ്രയാണെന്ന് അറിഞ്ഞത്. അപ്പൊ ഇതിൽ തന്നെ ദുരൂഹതയില്ലേ?